വിലപിടിപ്പുള്ള ബൈക്കുകൾ മോഷ്ടിച്ച് ആർഭാട ജീവിതം നയിക്കുന്ന മോഷ്ടാക്കളെ ബാലരാമപുരം പോലീസ് തമിഴ്നാട്ടിൽ നിന്നും സാഹസികമായി പിടികൂടി. പുതുവത്സരം അടിച്ചു പൊളിക്കുന്നതിനായി തമിഴ്നാട്ടിൽ നിന്നും ബാലരാമപുരത്തെത്തി 2 വില കൂടിയ ബൈക്കുകൾ മോഷ്ടിച്ച് കടന്ന സംഘത്തെയാണ് ബാലരാമപുരം പോലീസ് വലയിലാക്കിയത്. ബാലരാമപുരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിജയകുമാറിന്റെ നേതൃത്വത്തിൽ 4 സ്ക്വാഡുകൾ 72 മണിക്കൂർ ഇടതടവില്ലാതെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ വലയിലാക്കിയത്. ഇതവിടെ ബാലരാമപുരം തൈക്കാപ്പള്ളി ഭാഗത്തുനിന്ന് 2 വളരെ വിലപിടിപ്പുള്ള 2 മോട്ടോർ സൈക്കിളുകൾ 2,50,000 മേലെ വരെയുള്ള 2 മോട്ടോർ സൈക്കിൾ മോഷണം ചെയ്തൊരു കേസായിരുന്നു. 30-ാം തീയതി ഡിസംബർ 30-ാം തീയതി മോഷണം പോയി. അത് ഇന്നലെ നമുക്ക് തമിഴ്നാട് സ്വാമിയാർ മഠം എന്ന സ്ഥലത്ത് നിന്ന് 2 പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. നിരവധി CCTV ക്യാമറകൾ പരിശോധിച്ചാണ് നമ്മളവിടെ എത്തിയത്. ആളെ തിരിച്ചറിയാൻ വേണ്ടി തമിഴ്നാട് പോലീസിൻ്റെ അവരുടെ സ്പെഷ്യൽ സ്ക്വാഡിൻ്റെ സഹായം കൂടെ കിട്ടി. ഇനി ഒരു പ്രതിയെ കിട്ടാനുണ്ട്. ചെറിയ കൊച്ചുകുട്ടികളാണ്, 18-19 വയസ്സ് പ്രായമുള്ളവർ. ഇങ്ങനെ ഒരു ബൈക്കിൽ 3 പേരായിട്ട് വന്നിട്ട് ഈ 2 ബൈക്ക് എടുത്ത് തിരികെ പോയതാണ് സംഭവം. CCTV കേന്ദ്രീകരിച്ച് തന്നെയാണ് 3-4 ടീമായിട്ട് തിരിഞ്ഞ് ഇവിടെ നിന്ന് ഏതാണ്ട് സ്വാമിയാർ മഠം വരെയുള്ള നെയ്യാറ്റിൻകര ലയിക്കാവുള്ള പാറശാല വഴി പോയ CCTV റോഡിൽ പോകുന്ന CCTV ദൃശ്യം ഏതാണ്ട് സ്വാമിയാർ മഠം വരെ കിട്ടി. അവിടെ നിന്നാണ് ഈ പ്രതികളുടെ ഏതൊന്ന് സാമ്യമുള്ള ചിത്രങ്ങളും കിട്ടി. അത് വെച്ച് തമിഴ്നാട് പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് ആളെ തിരിച്ചത്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. ബാലരാമപുരം തൈക്കാപ്പള്ളിക്ക് സമീപത്തെ വീടിന് മുന്നിൽ വച്ചിരുന്ന 2,50,000 രൂപ വില വരുന്ന 2 ബൈക്കുകൾ 3 അംഗ സംഘം മോഷ്ടിച്ചു കടന്നത്. ജുവനൈൽ മോഷ്ടാക്കൾ ഉൾപ്പെടെ അതിവൈദഗ്ധ്യമുള്ളവരാണ് മോഷണ സംഘത്തിലുണ്ടായിരുന്നത്. ബാലരാമപുരത്ത് ദിവസങ്ങൾക്ക് മുമ്പെത്തി മോഷണങ്ങൾ നടത്തുന്നതിനുള്ള ബൈക്കുകളും സ്ഥലവും സ്കെച്ച് ചെയ്ത് പ്രദേശത്ത് എവിടെയെല്ലാം CCTV ദൃശ്യങ്ങളുണ്ടെന്ന് പരിശോധിച്ച ശേഷമാണ് CCTVയിൽ പെടാതെ വാഹനം കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു ലക്ഷ്യം. തമിഴ്നാട്ടിൽ നിന്നും ബൈക്കിലെത്തിയ 3 അംഗ സംഘമാണ് മോഷണം നടത്തി കടന്നത്. പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിക്കാതായ ബാലരാമപുരം പോലീസ് ദേശീയപാതയിലെയും ഇടറോഡുകളിലെയും 1200-ലേറെ CCTV ക്യാമറകളും മൊബൈൽ ടവറുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതിലൂടെയാണ് പ്രതികളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ രേഖാചിത്രം തമിഴ്നാട് പോലീസിന് കൈമാറിയതോടെയാണ് പ്രതികളെ പിടികൂടാനായത്.